വാട്സപ്പിൽ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ആഴ്ചയിൽ ഒരു അപ്ഡേറ്റ് എങ്കിലും വാട്സപ്പിൽ വരും. എന്നാൽ ഏത് അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാലും ഇമേജ്, ഇമോജി ഇവക്കൊന്നും ഒരു മാറ്റവുമില്ല. ആ പഴയ ഇമോജികൾ തന്നെയാണ് ഇപ്പോഴും വാട്സപ്പിൽ. അപ്പോൾ നമുക്ക് പുതിയ ഇമോജികൾ പരീക്ഷിക്കാനായിട്ട് ഒരു ചെറിയ ആപ്ലിക്കേഷൻ, ഏകദേശം ഒരു ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രമുള്ള 1 മില്യൺ ഡൗൺലോഡിങ്ങും 4.5 റേറ്റിംഗുമുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത, യാതൊരുവിധ പെർമിഷനും കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക വഴി കൂടുതൽ സ്പേസ് നഷ്ടപ്പെടുന്ന പേടിയൊന്നും വേണ്ട. വെറും ഒരു ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളാണ്, ചെറിയ ഇന്റർഫേസ് ഉള്ളൂ. എന്നാലും ചെറിയൊരു വിശകലനത്തോടു കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വെബ്സൈറ്റിലേക്കാവും വരിക. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇമോജി ക്രിയേറ്റർ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും 4.2 റേറ്റിംഗും 1 മില്യൺ ഡൗൺലോഡിങ്ങുമുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. വെറും 300 KB ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും കാണിക്കുക. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും ജസ്റ്റ് ഒന്ന് ടോപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നിങ്ങൾക്ക് വരിക. നിങ്ങൾക്ക് ഏത് ഇമോജികളാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇമേജ് നോക്കാം. കണ്ടില്ലേ, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ നമുക്കിവിടെ കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഈ 100 എന്നുള്ളിടത്ത് ഈ ഒരു ഐക്കൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കഴിഞ്ഞാൽ വിവിധ രൂപത്തിൽ, ഇപ്പോൾ സ്റ്റാർ ആയിട്ടുണ്ട്, ഇപ്പോൾ ഇത് സണ്ണായിട്ടുണ്ട്, ഇപ്പോൾ ഇത് ഇവിടെ സണ്ണായിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ എർത്തിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. വേറെയും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിലൂടെ അയക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ കോപ്പി എന്ന് കാണാൻ സാധിക്കും. ഈ കോപ്പി ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ഇവിടെ നമുക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പേസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആ ഇമേജ് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് നമുക്ക് വാട്സപ്പിലൂടെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഇതിലൂടെ ലഭിക്കും. വളരെ സിമ്പിൾ ഇൻ്റർഫേസ്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. ഇതുപോലെ അല്ലെങ്കിൽ നമുക്കിവിടെ ഷെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെയും ഇത് നമുക്ക് ആവശ്യമുള്ള കൂട്ടുകാരിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലിങ്ക് കാണും. ഈ ലിങ്ക് ഇവിടുന്ന് മാച്ച് കളയുക, ശേഷം ഷെയർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, വ്യത്യസ്തമായിട്ടുള്ള ഇമേജുകൾ ഇതുപോലെ സെൻഡ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും ഒരു ഫോട്ടോയുടെ ഫയൽ സൈസ് മാത്രമുള്ള ആപ്ലിക്കേഷനാണ്.